ഒരു മോഷണം നടത്തിയ കള്ളനോട് നമുക്ക് സഹതാപം തോന്നുന്നതൊക്കെ പറയാമല്ലോ. അങ്ങനൊരു മോഷണമാണ് തൃശ്ശൂർ ചാലക്കുടിയിലെ റിജോ എന്ന് പറയുന്ന ഒരാൾ നടത്തിയത്. പുള്ളിക്ക് നല്ല കടമുണ്ട്. പുള്ളിക്ക് നിയമത്തെ പേടിയില്ല, പോലീസിനെ പേടിയില്ല, പക്ഷേ സ്വന്തം ഭാര്യയെ ഭയങ്കര പേടിയാണ്. കാരണം ഭാര്യ വിദേശത്ത് നേഴ്സാണ്. പുള്ളിയും ഒരു NRI ആയിരുന്നു, ഗൾഫുകാരനായിരുന്നു. നാട്ടിൽ വന്ന് ഇപ്പം ഭാര്യ നേഴ്സായിട്ട് വിദേശത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ പണം പൊടിച്ച് ജീവിച്ച് നല്ല രീതിയിൽ കടവായി. ഭാര്യ അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും, പുള്ളി ഇവിടെ അത് ചിലവാക്കും. അങ്ങനെ ഒരു ദിവസം ഭാര്യ നാട്ടിലേക്ക് വരുന്നു എന്നൊരു പേടിയിൽ അദ്ദേഹം ബാങ്ക് കവർച്ചയ്ക്ക് പോകുന്നു. ബാങ്കിൽ ചെന്ന് എല്ലാം പ്ലാനിങ് ആണ്. പുത്തൻ ജോഡി ഡ്രസ്സുകൾ, ഗ്ലൗസുകൾ, വണ്ടിക്കകത്ത് നമ്പർ പ്ലേറ്റ് മാറ്റുന്നു. അങ്ങനെ വളരെ വലിയ പ്ലാനിങ്ങിലെല്ലാം പോയി ബാങ്ക് ചെന്ന് ഭീഷണിപ്പെടുത്തി കാശെല്ലാം എടുത്ത് അവിടെ ഉണ്ടായിരുന്ന 10-45 ലക്ഷം രൂപ ബാങ്കിലുണ്ടായിരുന്നു. പക്ഷെ 10-15 ലക്ഷം രൂപയെടുത്ത് പുള്ളി അപ്പോഴേ അവിടുന്ന് സ്കൂട്ടായി. പക്ഷെ പുള്ളിക്കൊരു അബദ്ധം പറ്റിയത് കാലിലെ ഷൂസും മാറിയില്ല, പിന്നെ പുള്ളിയുടെ കുട വയറും. അത് രണ്ടും കണ്ട് പോലീസ് ഐഡന്റിഫൈ ചെയ്ത് പൊക്കി. വളരെ ഹാസ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം കണ്ടിട്ട് ഇത്രയും ആൾക്കാർ ചിരിക്കുന്ന ഒരു കേസ് വരെ ഉണ്ടാവില്ല. പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ ഒരു സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്. നല്ല പ്ലാനിങ് തന്നെയായിരുന്നു. ഫിംഗർ പ്രിന്റ്സ് ഉൾപ്പെടെ ഉള്ളത് കിട്ടില്ല, അല്ലെങ്കിൽ ഓരോ 5 കിലോമീറ്റർ മാറുമ്പോഴും വണ്ടിക്ക് തന്നെ ചേഞ്ച് വരുത്തി ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോൾ മിറർ സെറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ നല്ല പ്ലാനിങ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു തന്നെ പിടിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കാം സംഗമത്തിന് പോയി ഒളിവിലൊന്നും പോവാതെ അവിടെ തന്നെ നിന്നത്. 15 ലക്ഷം രൂപ എടുത്തതായിരുന്നു ഒരു പ്രശ്നം. കാരണം അപ്പൊ തന്നെ പോലീസിന് മനസ്സിലായി എന്തോ ഒരു നല്ല കടമുള്ള ഏതോ ഒരു മലയാളി ആയിരിക്കാൻ എടുത്തത്. അല്ലെങ്കിൽ അതെ, അദ്ദേഹം അവിടെ വന്നിട്ട് ഹിന്ദിയിൽ 4 വാക്ക് പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. അപ്പം പോലീസുകാർക്ക് മനസ്സിലായി അതൊരു മലയാളി ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അത് മാത്രമല്ല അദ്ദേഹത്തിനെ പൂട്ടിയത്, അദ്ദേഹത്തിന് ചെറിയൊരു കുടവേറുണ്ട്. ഒരു 4 ദിവസം മുമ്പിട്ട് ഇതേ ബാങ്കിൽ വന്നിട്ട് തൻ്റെ ATM കാർഡിന്റെ എന്തോ വിഷയമുണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വലിയ രീതിയിലൊരു ഷോ കാണിച്ചു. അന്നിട്ടിരുന്ന അതേ ഷൂ ആയിരുന്നു അത്. കൂടാതെ പുള്ളിയുടെ കുടവേറെ. ഇത് രണ്ടും കണ്ടിട്ടാണ് പോലീസ് പിന്നീട് ആ ചിത്രവും ഈ ചിത്രവുമായിട്ട് മാച്ച് ചെയ്ത് കണ്ടെത്തിയത്. പുള്ളി അതുകൂടെ ചിന്തിക്കേണ്ടതായിരുന്നു. 4 ദിവസം മുമ്പ് പോയി അവിടെ അത്രയും ബഹളം ഉണ്ടാക്കിയ സ്ഥിതിക്ക് പോലീസ് എന്തായാലും അന്വേഷിക്കും. ഒരു കവർച്ച ഉണ്ടാകുമ്പോൾ 3-4 ദിവസം മുമ്പ് ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അസ്വാഭാവികമായി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ബാങ്കും പരിസരമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരാൾക്ക് ബാങ്ക് കവർച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഈ CCTV ഒക്കെ ചെക്ക് ചെയ്യുമെന്നും കൂടെ ആ ഒരു പ്രതി അറിയണമായിരുന്നു, അല്ലെങ്കിൽ അത് ചിന്തിക്കണമായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്ലാൻ ചെയ്തപ്പോൾ പുള്ളിയുടെ ഒരു ഇതെന്ന് അല്ല, ഒരു ലൂപ്പ് ഹോളും ഇല്ലാതാണ് പുള്ളി ബാങ്ക് കവർ ചെയ്യുന്നത്. അതൊക്കെ വേറെ കാര്യം. ഇത് പക്ഷെ പ്രൊഫഷണൽ അല്ല എന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗ്ലാസ് തല്ലി പൊളിക്കുന്നതാണെങ്കിലും പുള്ളി വന്ന് 45 ലക്ഷം രൂപ ഉണ്ടായിട്ട് 15 ലക്ഷം രൂപ എടുത്ത് പെട്ടെന്ന് തന്നെ സ്കൂട്ടായപ്പോഴും പോലീസിന് കൃത്യമായിട്ട് അറിയാം അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ചെയ്തതല്ല. പക്ഷെ അവിടെ വന്നിട്ട് പുള്ളി ഹിന്ദിക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് 3-4 ഹിന്ദി ഡയലോഗൊക്കെ അടിച്ചു. പൈസ ദേതോ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ കുറേയൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം പുള്ളി മറന്നുപോയൊരു കാര്യമായിരുന്നു പുള്ളിയുടെ ഷൂസ്. അതുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറെ കൂടെ കഴിഞ്ഞിട്ടേ പ്രതിയെ പിടിക്കാൻ പറ്റുള്ളായിരിക്കും. ഇത്രയും പെട്ടെന്ന് കേരള പോലീസിനെ പിടിക്കാൻ പറ്റിയത് ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അല്ല, ഇത് കേരള പോലീസിന്റെ മികവ് തന്നെയാണ്. കാരണം ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ ഒരു മോഷണം നടത്തി, ഒരു ഹിന്ദിക്കാരനാണെന്ന് പോലീസിനെ വിശ്വസിപ്പിച്ച് പുള്ളി മോഷണം നടത്തി പോകുന്നു. പക്ഷെ ലൂപ്പ് ഹോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു കേസ് ഉണ്ടെങ്കിലും ആദ്യം ചെക്ക് ചെയ്യുന്നത് അവിടുത്തെ CCTV ക്യാമറ ആയിരിക്കും. അത് ആ ദിവസത്തെ മാത്രം ആവില്ല, അതിന് മുമ്പ് 1-2 ദിവസമൊക്കെ ചെക്ക് ചെയ്യും. എല്ലാ കേസുകളിലും ഉള്ളതാണ്. സ്വാഭാവികമായി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ ഓൾറെഡി ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ഇയാളെ നോട്ട് ചെയ്യും, ഇയാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ ഷൂ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. ആ CCTV ഇതുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും ഒരേ ആള് തന്നെ. പുള്ളി കുറെ കൂടെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. പുള്ളിയുടെ സാഹചര്യം കൊണ്ട് തന്നെയാണ് നാട്ടിൽ വന്ന് നല്ല രീതിയിൽ ആഘോഷപരമായ ഒരു ജീവിതമൊക്കെ നയിച്ചു. NRI ആയിരുന്നു, നല്ല കാശുകാരനായിരുന്നു, ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. നാട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള വലിയ വീടുണ്ട്, ഒരുപാട് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ പൈസ അടിച്ചു പൊളിച്ച് തെറിപ്പിച്ച് ജീവിക്കുന്ന ഒരാൾ. ഭാര്യ നാട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടു. പുള്ളിക്ക് കുറേ കടമുണ്ട്. ഈ കടമൊക്കെ തീർക്കണ്ട. ഭാര്യ അറിഞ്ഞാൽ നാണക്കേടല്ലേ. ഭാര്യ അയച്ചു കൊടുക്കുന്ന പൈസയും കൂടി ഇദ്ദേഹം ആഡംബര ജീവിതത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അത്രയും പൈസ അയച്ചു കൊടുക്കുമ്പോൾ നാട്ടിൽ വന്നിട്ട് ഇത്രയും കടം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. കാരണം ഒരു വീട് പോയി കുത്തിപ്പൊളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പറയാൻ പറ്റില്ല. പലരും വീടുകളിലൊക്കെ പണം സൂക്ഷിക്കുന്ന രീതിയൊക്കെ മാറി, ലോക്കേഴ്സിലേക്കൊക്കെ മാറി, അപ്പൊ അക്കൗണ്ടുകളിലേക്കൊക്കെ മാറിയതിനെ കൊണ്ട് ഏത് വീട്ടിൽ ഇപ്പൊ അത്രയും പണം ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇനി വീട് കയറി കുത്തിപ്പൊളിക്കുകയും ചെയ്തു, ഒന്നും കിട്ടുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിഷമാവില്ല. അപ്പൊ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഐഡിയ ആയിരുന്നു ബാങ്കിലേക്ക് പോവാന്ന് പറയുന്നത്. പക്ഷെ കുറെ കൂടെ പ്രൊഫഷണൽ ആയിട്ട് ചിന്തിക്കണമായിരുന്നു. കുറെ കൂടെ നമ്മുടെ നാട്ടിലെ കടം കയറിയ മലയാളികളുടെ എല്ലാം ചിന്തയായിരിക്കും
ബാങ്ക് എങ്ങാനും പോയി കുത്തി തുറന്നെടുത്താലോ എന്ന് എപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. ഓ, കയ്യിലൊറ്റ പൈസയില്ല, വല്ല ബാങ്കും പോയി കുത്തി തുറന്നാലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പുള്ളിയുടെ മാത്രം തെറ്റല്ല, പുള്ളി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാക്കുക, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. കേരള പോലീസിന്റെ ഒരു കഴിവനുസരിച്ച് ഏതൊരു കള്ളനെയാണെങ്കിലും കേരള പോലീസ് കൃത്യമായിട്ട് പോക്കും. അത് കേരള പോലീസിന്റെ ഒരു മികവ് തന്നെയാണ്. പക്ഷെ ആഡംബര ജീവിതം നയിക്കാനായിട്ട് പുള്ളിക്ക് വേറെ കടവും പട്ടിണിയൊന്നും അല്ല. കിട്ടിയ പൈസ കൊണ്ട് ആഡംബര ജീവിതം നയിച്ചു. അത് ഭാര്യ വരുമ്പോൾ മറച്ചു വെക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്ത കൊണ്ടായിരിക്കാം പുള്ളി ആ ഒരു ബാങ്ക് മോഷണത്തിലേക്ക് കടന്നത്. ബാങ്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സെക്യൂരിറ്റി ഫോഴ്സുകൾ, അല്ലെങ്കിൽ അത്രയധികം ക്യാമറാസും, ഒരു ക്യാമറയുടെ അകത്തേക്ക് കയറിയിട്ട് കുറെ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയായിരുന്നു. ആ ഷൂസോടെ മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളിയെ ഒരു പ്രൊഫഷണൽ ആളെന്ന് തന്നെ പറയാൻ പറ്റുമായിരുന്നു. അല്ല, ഇതിനകത്ത് പുള്ളിയെ മാച്ച് ചെയ്യിപ്പിച്ച ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഷൂസ്. ആ 3-4 ദിവസം മുമ്പോട്ട് അവിടെ വഴക്കുണ്ടാക്കാൻ വന്നപ്പോൾ ഇട്ടിരുന്ന ഷൂസ് തന്നെയായിരുന്നു പുള്ളി കാലി കിടന്നിരുന്നത്. അതുകൂടാതെ അന്നുണ്ടായിരുന്ന അതേ കുടവയറ് തന്നെ കണ്ടപ്പോൾ പോലീസിന് കൃത്യമായിട്ട് മനസ്സിലായി, മാച്ചായി, സിമ്പിളായിട്ട് മാച്ചായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ. സിനിമകളൊക്കെ ചിലപ്പോ റോബിൻഹുഡ് പോലത്തെ സിനിമകളൊക്കെ നിരന്തരം ഇരുന്ന് കണ്ടു കാണുമായിരിക്കും. എങ്ങനെയായിരിക്കാം ഇതൊന്ന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് കേസ് പഠിക്കുന്നത്. എന്തായാലും ഇത്രയും സെറ്റപ്പോടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പോവാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബാങ്ക് റോബറീസിനെ എല്ലാം പറ്റി പഠിച്ച്, പക്ഷെ കുറച്ച് ഇടങ്ങളിൽ പിഴച്ചു പോയി എന്നൊരു കാര്യമുള്ളൂ. കാരണം ഭാര്യ എത്തുന്നതിന് മുമ്പ് തനിക്ക് ഈ കടങ്ങൾ തീർക്കണമെന്നുള്ളതാണ്. ആ 15 ലക്ഷം കിട്ടിയപ്പോഴും അദ്ദേഹം ചെയ്തൊരു കാര്യം, തന്റെ കടം പോയി തീർത്തു. 2,90,000 രൂപയുടെ കടം തീർത്തു. കടം തീർത്തിട്ട് സുഗമമായി തന്റെ കുടുംബസംഗമമൊക്കെ ആഘോഷിച്ചിരുന്നപ്പോൾ കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് കാര്യം. കേരള പോലീസ് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടി. പക്ഷെ പ്രതിയോട് നമുക്കൊരു ദേഷ്യം തോന്നില്ല, അല്ലെങ്കിൽ ഒരു സഹതാപം തോന്നുന്ന രീതിയിലേക്ക് ആദ്യമായിട്ടാണ് ഒരു കേസ് എല്ലാവരിലേക്കും എത്തുന്നത്. നമുക്ക് ഒരു ചിരിയോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഒരു മലയാളിയുടെ ഒരു അവസ്ഥ. എല്ലാം അടിച്ചു തീർത്തതിന് ശേഷം പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ അടുത്ത് അവർക്കും ആ ഒരു ഇത് തന്നെയാണ്. പുള്ളിയുടെ ഒരു സാഹചര്യം എന്താ ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ഒരു കൊടു കുറ്റവാളി എന്നൊന്നും നമുക്ക് അയാളെ വിളിക്കാനും പറ്റില്ല. ഒരു അബദ്ധം പറ്റിയ രീതിയിലേക്ക് ഒരു ദേഷ്യവും തോന്നുന്നില്ല, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സഹതാപമായി പോയി എല്ലാവർക്കും. ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും ആ ഒരു സഹതാപം ഉണ്ടെന്ന് തന്നെയാണ്. എല്ലാ വാർത്താ മാധ്യമങ്ങളിൽ വരുമ്പോഴും കമന്റ് സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചിരിക്കുകയാണ്. എങ്ങനെ ചിരിക്കാതെ ഈ ഒരു വാർത്ത കാണാൻ പറ്റുന്ന രീതിയിലേക്ക് പുള്ളി ഉടൻ തന്നെ ഭാര്യയൊക്കെ നാട്ടിലെത്തി. ഭാര്യ നാട്ടിലെത്തുമ്പോൾ ഈ ഒരു മോഷണ കുറ്റം അറിയുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇതിലും ഭേദം ഭാര്യയുടെ കാല് പിടിക്കുന്നതായിരുന്നു.